എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക? എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്? ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം എങ്ങനെ അപേക്ഷ എഡിറ്റ് ചെയ്യാം? ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണോ? അതല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണോ? എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് നിരവധി സംശയങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് മെയ് 24-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ മെയ് 24 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മെയ് 23-ാം തീയതി, അതായത് 24-ാം തീയതിക്ക് തലേ ദിവസം തന്നെ സാധാരണഗതിയിൽ, അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഒരു ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിക്കാറുണ്ട്, അതായത് വെബ്സൈറ്റിൽ വരാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയം അത് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു മെയ് 23-ാം തീയതി രാത്രിയോടെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ ഒന്നും എടുക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു വിദ്യാർത്ഥിക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഒരു പ്രാവശ്യം മാത്രമായിരിക്കും. ഒരു പ്രാവശ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രാവശ്യമേ എഡിറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതല്ല. നിങ്ങൾ ഒരു തവണ എഡിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നോക്കിയിട്ട് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ, നിങ്ങളുടെ കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ ഇതുപോലെ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും സ്കൂൾ കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് മുഴുവൻ ഒഴിവാക്കി പുതുതായിട്ട് വീണ്ടും ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തീരുമാനിക്കുക. കാരണം തീരുമാനിച്ചിട്ട് എന്തൊക്കെ എഡിറ്റ് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പേപ്പറിൽ എഴുതി വെച്ച ശേഷം മാത്രം എഡിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെയാണ്. കാരണം ഒരു തവണ ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികളിൽ കഴിഞ്ഞ വർഷം, അതായത് ചില വിദ്യാർത്ഥികൾ ഒറ്റൊരു ഓപ്ഷൻസൊക്കെ കൊടുത്ത വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഒരു ഓപ്ഷൻ കൊടുത്തു, അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തു. അപ്പോൾ പിന്നീട് ആ ഒരു വിദ്യാർത്ഥിക്ക് തോന്നി ഒന്നിലധികം ഓപ്ഷൻ കൊടുക്കണമായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നീട് ആ ഒരു വീണ്ടും എഡിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികളോട് എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത ശേഷം മാത്രം എഡിറ്റ് ചെയ്യാവോ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളത് കൊണ്ട് സ്കൂളിൽ പോയാൽ അഡ്മിഷൻ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ് അലോട്ട്മെൻറ്റ് ആണ്, അതായത് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ നടത്തുന്ന അലോട്ട്മെൻറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കുകയോ അല്ലെങ്കിൽ സന്തോഷിക്കുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടണമെന്നില്ല. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ സെയിം ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഫസ്റ്റിൽ കിട്ടിയിട്ടില്ല എന്ന് കരുതി നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് തേർഡിലൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആപ്ലിക്കേഷനിൽ കൂടുതൽ ഓപ്ഷൻസ്, അതായത് നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളായിരിക്കണം, അതുപോലെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകളായിരിക്കണം ഓപ്ഷൻസ് ആയിട്ട് വെക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് അധികം ഓപ്ഷൻസ് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനായിട്ട് വളരെയധികം സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ SWS, കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഈ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയാണ് അപേക്ഷിച്ചത്, അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWS വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെതാണ് കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്ന് പറയുന്നത്. അപ്പോൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്ക് വഴിയും, സാധാരണ +1ലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് വഴിയുമാണ് ഈ ഒരു പേജിലേക്ക്, അതായത് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോവേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാണാൻ പറ്റും. ഇവിടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും. അത് കൃത്യമായിട്ട് നൽകുക. അതുപോലെ പാസ്വേഡ് നൽകുക. അതുപോലെ തന്നെ ജില്ല കൊടുക്കുക. ലോഗിൻ ചെയ്യുക. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിലവിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടെയും പോവില്ല, നേരത്തെ ഹോം പേജിലേക്കാണ് വരിക. കാരണം ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ ഹോം പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷം ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൽ
നിങ്ങൾക്ക് അതായത് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ, ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അപ്പോൾ ആ ഒരു OTP വിദ്യാർത്ഥികൾ നൽകിയ ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു പേജ് വരും. അവിടെ നിങ്ങൾക്ക് ഇതുപോലെ 2 ബോക്സ് കാണാൻ പറ്റും, സെയിം ലെങ്ത്തുള്ള ബോക്സ് കാണാം. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് പുതിയ പാസ്വേഡ് 2 തവണ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന മുമ്പായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ പാസ്വേഡ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം പിന്നീട് ഈ ഒരു പേജിൽ വന്നിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഏത് സ്കൂളിൽ ഏത് ഓപ്ഷനിലാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ, അതുപോലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ യുവർ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്കും ഈ ഒരു നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള സ്കൂളുകളിലെ ഏറ്റവും അവസാനം അലോട്ട്മെൻറ്റ് ലഭിച്ച, ആ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓരോ സ്കൂൾ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ സ്കൂളിലെ ഓരോ കോഴ്സ് സെലക്ട് ചെയ്യുകയും അതിലെ ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്കും എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കമ്പയർ ചെയ്യുന്നതിനും സാധിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ബാക്ക് ബട്ടൺ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം എത്തുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. അത് നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് വഴിയായിരിക്കും പ്രവേശിച്ചിട്ടുണ്ടാവുക. ആ ഒരു പേജിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കൂടെ ഉണ്ടാവും, എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെൻഡ് OTP എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. ഒരു പച്ച കളറിൽ തന്നെ സെൻഡ് OTP എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ഉണ്ടാകും. അപ്പോൾ ജസ്റ്റ് അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഈ ഒരു OTP ചോദിക്കാനുള്ള കാരണം നിങ്ങളുടെ അപേക്ഷ നിങ്ങൾ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. അതായത് നിങ്ങളുടെ അപേക്ഷയിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലും അത് സേവ് ചെയ്യുക, അതായത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു എഡിറ്റ് ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ വെബ്സൈറ്റിൽ വരികയുള്ളൂ എന്നും, അതുപോലെ ഒരു തവണ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഗോയിറ്റ് അല്ലെങ്കിൽ ഓക്കെ എന്നുള്ളതായിരിക്കും അത് ക്ലോസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ടാവുക. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകാവുന്നതും. അവിടെ നിങ്ങൾക്ക് വേണ്ട കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, നിങ്ങളുടെ പേര്, അതുപോലെ വയസ്സ്, പാരൻസിൻ്റെ പേര്, അഡ്രസ്സ്, ഇതുപോലെ നിങ്ങൾ ഓൾറെഡി നൽകിയിട്ടുണ്ടായിരുന്ന എല്ലാ ഡീറ്റെയിൽസും കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനം ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നൽകിയ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾ വരുത്തിയ ശേഷം സബ്മിറ്റ് ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് എന്ന് പറയുമ്പോൾ ഒരു പച്ച കളറിലായിരിക്കും ആ ഒരു പേജ് ഉണ്ടാവുക. അതിൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ എന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കി എല്ലാം ഉറപ്പുവരുത്തി നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സ്കൂൾ കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ള സ്കൂളിലേക്കും താല്പര്യമുള്ള കോഴ്സുകളിലേക്കും ഓപ്ഷൻ വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. കാരണം ഒരു തവണ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം 2 തവണ ഉറപ്പാക്കിയ ശേഷം വിദ്യാർത്ഥികൾ പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനുള്ള പേജിൽ ജസ്റ്റ് ഇതുപോലെ പച്ച കളർ ആ ഒരു പ്രിവ്യൂ പേജിൽ ജസ്റ്റ് ഒരു ടിക്ക് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ടാവും. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൺഫർമേഷൻ എന്നുള്ളൊരു ബട്ടൺ തെളിഞ്ഞു വരും. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാക്കാം. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെയുള്ള ആ ഒരു പ്രൊഫൈൽ പേജിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള പേജിലേക്കായിരിക്കില്ല പോവുക. നിങ്ങൾക്ക് ചില സമയത്ത് OTPയും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു പ്രിൻറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ എഡിറ്റ് വരുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ആപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് ഏകദേശം ഒരു 2 ദിവസം വരെയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുക. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.